ഉപരോധ സമരം എത്ര മണിവരെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്? 6 മണി വരെ എന്നാണ് ആദ്യം നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. അതുവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം ആകാത്ത സ്ഥിതിക്കാണ് ഞങ്ങൾ റോഡ് ഉപരോധം തുടങ്ങിയത്. ഇതിനിടയിൽ തന്നെ നിങ്ങളിൽ പലരും തളർന്നു വീണ് കഴിഞ്ഞു. ഈ കൊടും ഇത് റോഡെല്ലാം ചൂട് പിടിച്ച് നിൽക്കുന്നു. ഈ റോഡിന്റെ താഴെ നിന്നുള്ള ചൂടും മേളിൽ നിന്നുള്ള ചൂടും സമയത്ത് ഭക്ഷണം കഴിക്കാഴിക എല്ലാവരും കൊണ്ട്, പിന്നെ BP കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്നവരും മരുന്ന് സമയത്തിന് കഴിക്കാൻ പറ്റാത്തവരുമായിട്ടൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ കുഴഞ്ഞു വീണത്. ഈ കുഴഞ്ഞു വീഴുന്നത് ആരെങ്കിലും ഒരാൾ മരിച്ച് വീണാലെങ്കിലും ഇവരുടെ കണ്ണു തുറക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നിങ്ങളോട് കാണിക്കുന്ന ഈ അവഗണനയോട് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ? അവര് ഇതൊരു ദുർവാശിയാണ്, പിടിവാശി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാധാരണ പിടിവാശിയല്ല, ഒരു ദുർവാശിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ദുർവാശി അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ. ഇത് ഇവർക്ക് തന്നെ വിനയായിത്തീരും. ഇവരിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇവർക്ക് ഇത് വിനയായിത്തീരും. ഇവരിതിന് കടുത്ത നിരാശ ഇവർക്കുണ്ടാവും, അത് തീർച്ചയാണ്. ഉപരോധ സമരം നടക്കുന്നതിനൊപ്പം തന്നെ 3ാം ഘട്ട സമര പ്രഖ്യാപനവും ഈ വേദിയിൽ വെച്ച് തന്നെയാണ് ആശമാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. വരുന്ന വ്യാഴാഴ്ച അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആശമാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, 3ാം ഘട്ട ഇതിൽ തന്നെ കുറച്ചുപേരെ തളർന്നു വീണവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരു ഉപരോധ സമരമാണ്. കൊടും ചൂടത്ത് ഈ റോഡിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഈ ഉപരോധ സമരം നടത്തുന്നത്. അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് ഈ അവസ്ഥയിൽ, ഈ തളർന്നു വീണ് കിടക്കുന്ന അവസ്ഥയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഉന്നയിക്കുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ ഒരു കൂലി വർധനവെങ്കിലും ഇവർക്ക് പ്രഖ്യാപിക്കണം. ഈ സമരത്തിനിടയിൽ ഇതിപ്പോൾ 1 മാസം പിന്നിട്ട് 36ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും സർക്കാർ അതിന് ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവർ നടത്തുന്നത്. ചേച്ചി, തളർന്നോ? ഞങ്ങൾ ഇതിലൊന്നും തളരില്ല. കാരണം 36ാമത്തെ ദിവസമാണ്. 18